ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ജില്ലയിലെ പോക്സോ കേസുകളുടെ എണ്ണവും കുട്ടികളിലെ ലഹരി ഉപയോഗവും ക്രമാതീതമായി വർദ്ധിക്കുന്നതിന് കാരണം സർക്കാർ സംവിധാനങ്ങളുടെ പാളിച്ചയാണ് എന്ന് SDPI ജില്ലാ സെക്രട്ടറി സുധീർ കോന്നി പറഞ്ഞു. 2024 പത്തനംതിട്ട ജില്ലയിൽ 188 പോക്സോ കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. കഴിഞ്ഞ 3 ആഴ്ചക്കിടയിൽ കേസുകളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായി. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ പീഡനത്തിനിരയാകുന്നത് വർദ്ധിക്കുമ്പോഴും കുട്ടികളുടെ സംരക്ഷണത്തിനായി രൂപീകരിക്കപ്പെട്ട വിവിധ സമിതികളുടെ പ്രവർത്തനങ്ങൾ നിർജ്ജീവമാണ്. കുട്ടികളുമായി ദൈനംദിന ഇടപെടലുകൾ നടത്തുന്ന സ്കൂൾ തലത്തിൽ കൗൺസിലിംഗ് ഉൾപ്പെടെ ആളുകളെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇടപെടലുകൾ ഫലപ്രദമല്ല എന്നും പറഞ്ഞു. പീഡനങ്ങൾക്കും ലഹരിക്കും അടിമപ്പെടുന്ന കുട്ടികളുടെ എണ്ണവും ജില്ലയിൽ വർദ്ധിക്കുകയാണ്. സ്കൂൾ കുട്ടികളുടെ സ്വഭാവ മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് തെറ്റുകളിൽ നിന്നും അവരെ തിരുത്താനായി പഞ്ചായത്ത് തലത്തിൽ രൂപീകരിച്ച ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റികൾ നിർജ്ജീവമാണ്. വാർഡ് തലത്തിൽ വരെ കമ്മിറ്റികൾ രൂപീകരിക്കണം എന്ന നിർദ്ദേശം പല പഞ്ചായത്ത് അധികൃതർക്കും ജനപ്രതിനിധികൾക്കും അറിയുക പോലുമില്ല. സ്കൂളുകൾക്ക് മുന്നിൽ സാമൂഹിക വിരുദ്ധരും ലഹരി സംഘങ്ങളും പൂവാലന്മാരും തമ്പടിക്കുന്നത് നിരീക്ഷിക്കേണ്ടുന്ന ചുമതലയും ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റികൾക്കാണ്. സ്കൂൾ തലങ്ങളിൽ ലഹരിയുടെ ലഭ്യത തടയാനുള്ള സംവിധാനങ്ങൾ നിലവിലില്ല. ജില്ലയിലെ ഒട്ടനവധി സ്കൂളുകളും ലഹരി മാഫിയയുടെ പിടിയിലാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. പോലീസ്, എക്സൈസ് വകുപ്പുകളെ ഏകോപിപ്പിച്ച് ലഹരി മാഫിയയ്ക്ക് തടയിടാനുള്ള ചുമതല ബന്ധപ്പെട്ട സമിതികൾക്കുണ്ടെങ്കിലും അതിന് നടപടികളില്ല. സ്കൂൾ പരിസരങ്ങളിലെ ലഹരി ഉപയോഗം സംബന്ധിച്ച് പരാതികളിലും നടപടിയെടുക്കുന്നില്ല എന്ന ആക്ഷേപവും വ്യാപകമാണ്. തെറ്റുകളിലേക്ക് പോകുന്ന കുട്ടികളെ കണ്ടെത്തിയാൽ വിവരങ്ങൾ തേടി അവരെ സംരക്ഷിക്കേണ്ടത് ജില്ലാ തലത്തിലുള്ള ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികളാണ്. ജുഡീഷ്യൽ അധികാരമുള്ള കമ്മിറ്റിയിലേറെയും അഭിഭാഷകരും പൊതുപ്രവർത്തകരുമാണ്. ഇത്രയേറെ അധികാരമുള്ള കമ്മിറ്റിയുടെ പ്രവർത്തനവും സമൂഹത്തിന് ഗുണകരമായി ഉപയോഗിക്കപ്പെടുന്നില്ല എന്നതാണ് കുട്ടികൾക്ക് അതിക്രമങ്ങൾ വർദ്ധിച്ചു വരാൻ കാരണമെന്നും അദ്ദേഹം പറഞ്ഞു.